ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മുടെ ജൂലൈ മാസം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാനുള്ളത് ജൂൺ മാസത്തിലുള്ള വാഹനങ്ങളുടെ സെയിൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന ടോപ്പ് 10 വണ്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് ആദ്യം 10th പൊസിഷനിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഇതിന് കഴിഞ്ഞ മാസം 17,776 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇനി ജൂൺ മാസം 2025 നമ്മളിത് ഇയർ ഓൺ ഇയർ ബേസിലാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം 6,858 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3,918 വാഹനങ്ങളുടെ വ്യത്യാസം 57.13% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ് എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രെറ്റ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നു. പക്ഷേ സാഡ്ലി കഴിഞ്ഞ മാസം ക്രെറ്റ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ കയറിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പ്രൊഡക്ഷൻ അവർ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ആ വണ്ടി ഇതിലില്ല. ഹ്യുണ്ടായുടെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ 9th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 12,488 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ 8,966 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 3,522 വാഹനങ്ങളുടെ വ്യത്യാസം 39.28% ഗ്രോത്ത് റേറ്റും ഒക്കെ നമുക്ക് പറയാം. പക്ഷേ സ്റ്റിൽ ഈ വണ്ടി ഒരു കാലത്ത് ഒരു 15,000 അടുത്തൊക്കെ ആയിട്ട് സെയിൽ വന്നുകൊണ്ടിരുന്നതാണ്. ചില മാസങ്ങളിൽ 2025-ലും 4-ലും ഒക്കെ ആയിട്ട് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഇതായിട്ടുണ്ടായിരുന്നു. 18,000-20,000 ഇടയിൽ സെയിൽ വന്നുകൊണ്ടിരുന്ന ചില മാസങ്ങളും ഉണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി ഒരു ഇത്തിരി ഇപ്പം ഡള്ളായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നാലും വേറെ കുറച്ച് വണ്ടികൾ ഇപ്പോൾ സ്വിഫ്റ്റ് ഒന്നും കുറച്ച് വെറൈറ്റി ലിസ്റ്റിലില്ലായിരുന്നു. അത് പിന്നെ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു വണ്ടി നമ്മുടെ കഴിഞ്ഞ മാസത്തേക്ക് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയായിരിക്കും. അതിലൊക്കെ കുറച്ച് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചില വണ്ടികൾ കയറുകയും ചില വണ്ടികൾ ഇറങ്ങുകയും ഒക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്മുടെ മാരുതി സുസുക്കിയുടെ തന്നെ ഫ്രോങ്സ് ആണ്. ചില മാസങ്ങളിൽ ഫ്രോങ്സിന് കൂടുതൽ സെയിൽ കിട്ടും, ചില മാസങ്ങളിൽ ബലെനോയ്ക്ക് കൂടുതൽ സെയിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ്. ഭൂരിഭാഗം മാസങ്ങളിലും ഏതായാലും ഫ്രോങ്സിനാണ് കൂടുതൽ സെയിൽ കിട്ടാറുള്ളത്. ഈ വണ്ടി പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബലെനോയുടെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണ്. പക്ഷേ എക്സ്റ്റീരിയർ അവർ അത്യാവശ്യം നന്നായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയർ പക്ക സെയിം ബലെനോ തന്നെയാണ്. ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കഴിഞ്ഞ മാസം 13,135 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ ആകെ 9,815 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഗൈൻ ഇവിടെ നല്ല വ്യത്യാസമുണ്ട്. 3,320 വാഹനങ്ങളുടെ വ്യത്യാസം 33.83% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്കും ഇടയ്ക്കൊരു കാലത്ത് 15,000-16,000 ഇടയിലൊക്കെ ആയിട്ടാണ് സെയിൽ വരാറുള്ളത്. അത് വെച്ച് പറയുമ്പോൾ ഒരുപാട് കുറവ് വന്നിട്ടില്ല. ചില മാസങ്ങളിലൊക്കെ തന്നെ 12,000 ഇടയിലും അതുപോലെ 10,000 ഇടയിലൊക്കെ ആയിട്ടും വരാറുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ മാസം അത്യാവശ്യം എബോവ് ആവറേജ് സെയിൽസ് ആണ് എന്ന് നമുക്ക് പറയാം. ഈ വണ്ടിക്ക് പിന്നെ ടോപ്പ് എൻഡിൽ ആകെപ്പാട് ഒരു ടർബോ പെട്രോൾ നമ്മുടെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ മാത്രമേ ഇപ്പോഴും കിട്ടുന്നുള്ളൂ. അതൊന്ന് മാറ്റിയിട്ട് അവർ അതായത് നമ്മുടെ 1.2-ൻ്റെയും ടോപ്പ് എൻഡ് കൊടുക്കുകയാണെങ്കിൽ പ്രൈസും കുറച്ച് പറയും. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ എക്സ്ട്രാ ഫീച്ചേഴ്സിന് വേണ്ടി ഈ വണ്ടി എടുക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ആകെപ്പാടെ ഡെൽറ്റ പ്ലസ് വരെ 1.2 ഉള്ളൂ. അല്ലെങ്കിൽ 1 ലിറ്റർ മോഡലിൻ്റെ പ്രൈസ് കുറയ്ക്കുക, അത് കുറച്ചും കൂടെ ആക്സസിബിൾ ആക്കുക. അത് നല്ല എഞ്ചിനാണ്, പക്ഷേ അധികം ആൾക്കാർ അത് എടുക്കുന്നില്ല. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോനും സ്കോർപിയോ ക്ലാസിക്കും ഒക്കെയാണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ ദിവസം 14,097 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇനി കഴിഞ്ഞ വർഷം ജൂൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 12,740 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,357 വണ്ടികളുടെ വ്യത്യാസവും 10.65% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര വലിയ വ്യത്യാസവും ഗ്രോത്ത് ഒന്നുമില്ല. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സ്കോർപിയോ ആണ്. പക്ഷേ അഗൈൻ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഈ വണ്ടിയുടെ സെഗ്മെൻറ്റും സൈസും കാറ്റഗറിയൊക്കെ വെച്ചിട്ട് ഈ സെയിലും വളരെ നല്ലതാണ്. ആൻഡ് ബൈ ദ വേ നമ്മുടെ ഈ ലിസ്റ്റിൽ ഡീ ഗ്രോത്ത് വന്നിരിക്കുന്ന ഒരൊറ്റ വണ്ടി പോലും ഇല്ല എന്നുള്ളതാണ് വേറെ രസം. ഇയർ ഓൺ ഇയർ സെയിൽ ആയതുകൊണ്ടായിരിക്കും മന്ത് വ്യത്യാസം വരും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ഏതായാലും ഇയർ ഓൺ ഇയർ ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. കുറേ മാസങ്ങളായിട്ട് ബലെനോയ്ക്ക് സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടാറുണ്ട്. മിക്ക മാസങ്ങളിലും സ്വിഫ്റ്റ് ഇപ്പോൾ ടോപ്പ് 10 ലിസ്റ്റിൽ പോലും അങ്ങനെ വരാറില്ല. കഴിഞ്ഞ മാസം ലാസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ മാസം ഏതായാലും 6th പൊസിഷനിലേക്ക് കയറിയിട്ടുണ്ട്. അത് കൊള്ളാം. 15,215 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ 13,275 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. സോ ചില മാസം ലിസ്റ്റിലുണ്ടാവും, ചില മാസം ലിസ്റ്റിലുണ്ടാവില്ല, ചില മാസം സെയിൽ പറയും. ആ ഒരു രീതിയിലേക്കാണ് സ്വിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 1,940 വാഹനങ്ങളുടെയും അതുപോലെ ഗ്രോത്ത് 14.61% ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ 3 സിലിണ്ടർ ആക്കി ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചില മാസങ്ങളിൽ കുറയാറുണ്ട് കൂടാറുണ്ട്. പക്ഷേ എനിക്കൊന്നും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്ന് എടുക്കേണ്ടവരിപ്പോഴും ഈ വണ്ടി എടുക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് സെയിം പ്രൈസ് അല്ലെങ്കിൽ ഒരു 10,000-30,000 രൂപയും കൂടെ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ ബലെനോ കിട്ടും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇതുവരെ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, സ്വിഫ്റ്റിനേക്കാൾ സ്പേസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇനി നമ്മുടെ അടുത്ത വാഹനം അഗൈൻ മാരുതി സുസുക്കിയുടെ തന്നെ എർട്ടിഗയാണ്. ഇതിന് കഴിഞ്ഞ മാസം 16,111 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. എർട്ടിഗ പിന്നെ കൂടുതലും ടാക്സി ആയിട്ടാണ് പോകുന്നതെന്ന് പറയും. പക്ഷെ എന്നാൽ പോലും 7 സീറ്റർ വേറെ വണ്ടികൾ ഇപ്പോൾ MPV ആയാലും SUV ആയാലും എന്ത് സാധനമാണെങ്കിലും ഇത്രയും സെയിലുള്ള വേറൊരു വണ്ടിയും നമ്മുടെ ഇന്ത്യയിലില്ല. സോ അതിൻ്റെ ഒരു ക്രെഡിറ്റും ഈ വണ്ടിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം ജൂണിലാണെങ്കിൽ പോലും 14,151 വണ്ടികൾ സെയിലിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ആവുന്നൊന്നുമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം സെയിലാണ്. അതും ഈ വണ്ടിക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ 4-5 വർഷം മുന്നെയാണ് ലാസ്റ്റ് അപ്ഡേറ്റ് വന്നത്. അതും
വളരെ മിനിമൽ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്. ഭയങ്കര മോഡേണോ നല്ലത് പറഞ്ഞു തരുമ്പോൾ എന്നാലും നല്ല സെയിലുണ്ട്. വ്യത്യാസം എടുക്കുകയാണെങ്കിൽ 1960 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 13.85 ആണ്. ഇനി ഇതുപോലെ തന്നെ കുറേ നമ്മുടെ ടൂർ, അതായത് ഇവരുടെ ടാക്സി വേരിയൻസ് വിറ്റ് വന്ന മറ്റൊരു വാഹനമാണ് വാഗണാർ. 4th പൊസിഷനിൽ വാഗണാറാണ്. കഴിഞ്ഞ മാസം 16,952 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ 12,930 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. അതായത് 4,022 വാഹനങ്ങളുടെ വ്യത്യാസം 31.11% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ വണ്ടി 2024 ഫൈനാൻഷ്യൽ ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. കലണ്ടർ ഇയർ വെച്ച് പഞ്ചാണ്. പക്ഷെ എന്നാൽ പോലും 10,22,000 വണ്ടികളൊക്കെ ഒരു മാസം വിറ്റ് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇടയ്ക്കൊരു കാലത്ത്. ഇപ്പോൾ എന്തായാലും ഇത്തിരി കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി കോമ്പറ്റീഷൻ വേറെ വന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ പുതിയ ഡിസയർ വന്നുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡിസയറിൻ്റെ ഇതുവരെ കണ്ടില്ലല്ലോ, അതവിടെ കഴിഞ്ഞ മാസം ആ വണ്ടി ഫസ്റ്റ് പൊസിഷനിലായിരുന്നു, ഈ മാസം ഫസ്റ്റ് പൊസിഷൻ തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇപ്രാവശ്യം 3rd പൊസിഷനിലാണ് ഡിസയർ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 17,899 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ 15,484 വണ്ടികളുടെ സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2,415 വാഹനങ്ങളുടെ വ്യത്യാസം 15.6% ഗ്രോത്ത് റേറ്റ് ഒക്കെയാണ്. അതൊക്കെ ഡീസൻ്റ് ആണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞൊരു, അതായത് മെയ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ഏപ്രിലൊക്കെ ആണെങ്കിലും 21,000 to 22,000 ഇടയിലാണ് അതിന് സെയിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരുന്നു ഈ വണ്ടി കഴിഞ്ഞതിൻ്റെ മുന്നത്തെ 2 മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായത്. നമ്മുടെ ടോപ്പ് 10ൽ തന്നെ നമ്പർ 1 ആയിരുന്നു. കഴിഞ്ഞ മാസം പക്ഷേ എന്തോ രീതിയിൽ സെയിൽ കുറച്ച് 18,000 അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിലും ഒരു ഇത്തിരി താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ടോപ്പ് 3ൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതോടെ നമ്മുടെ മാരുതിയുടെ വണ്ടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയേണ്ടത് നമ്മുടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ 10 വണ്ടികളുടെ ലിസ്റ്റിൽ മാരുതിക്ക് എത്ര വണ്ടികളുണ്ട് എന്നുള്ളതാണ്. പണ്ട് ഫുള്ള് മാരുതി ആയിരുന്നു. ഇപ്പോൾ പിന്നെയും കുറേയൊക്കെ ഹ്യുണ്ടായി, ടാറ്റ, മഹീന്ദ്ര എല്ലാം കയറി വന്നിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 18,335 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ 11,602 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 6,733 വാഹനങ്ങളുടെ വ്യത്യാസം 58.03% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് നെക്സോൺ. അതുപോലെ ഇതിൻ്റെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തിന് കുറച്ച് സെയിൽ കുറവായിരുന്നു. മൊത്തത്തിൽ 2025-24 ഒക്കെ എടുക്കുകയാണ്. പക്ഷേ 26 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ സെയിൽ പിടിച്ച് കയറുന്നുണ്ട്. ഇത് മാത്രമല്ല 25 ആക്ച്വലി പഞ്ചിൻ്റെ സെയിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് പഞ്ചിൻ്റെ സെയിലും വീണ്ടും പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആക്ച്വലി പഞ്ചാണ്. 21,006 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ 10,446 വണ്ടികളുടെ സെയിലേ ഉള്ളൂ. അതായത് 10,560 വാഹനങ്ങളുടെ വ്യത്യാസം 101.09% ഗ്രോത്ത് റേറ്റുമാണ്. ഡെഫിനറ്റ്ലി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇത് തന്നെയാണ്. ഇനി വരും കാലങ്ങളിൽ ടാറ്റ വീണ്ടും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനും ഏകദേശം 1,00,000 വണ്ടികളൊക്കെ ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് എത്താനും അതിലും കൂടുതൽ വരും കാലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ ടാറ്റയും മഹീന്ദ്രയും മൊത്തത്തിൽ വണ്ടികൾ വിൽക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. മാരുതി സുസുക്കിക്ക് വലിയ വ്യത്യാസമില്ല. ഒരു 1.5 to 2 ലക്ഷത്തിനടുത്തൊക്കെ ആയിട്ട് എല്ലാ മാസം വണ്ടികൾ വിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇനി കൂടാനൊന്നും പറ്റില്ല. മാരുതിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ കമ്പനികളൊക്കെ എത്തുമോ എന്നുള്ളതാണ് നമ്മളിനിയിപ്പം വരും കാര്യങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്റ്റ്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.